ഹായ് ഹലോ നമസ്കാരം. ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബിരിയാണിയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1 കിലോ 200 ഗ്രാമോളം ചിക്കൻ കുറച്ച് ഉപ്പിട്ട് നന്നായി ക്ലീൻ ചെയ്ത് ഒട്ടും വെള്ളമില്ലാണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ്. ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക കുറച്ച് നേരം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 5 സവാളയാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് ഒന്ന് നടു കീറിയെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാണ്ട് ഇപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉരുണ്ട വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു പിടി മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ 2 തണ്ട് പുതിനയില എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ സവാളക്കൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. സവാള ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഒരു വലിയ തക്കാളി കൂടി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയും തക്കാളിയും വഴണ്ട് വരുമ്പോഴേക്കും അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലെല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ വെള്ളത്തിലേക്ക് എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് തിളപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും സവാളയ്ക്ക് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കുക. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് നിറച്ചൊരു സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും 3 ഗ്ലാസ് ബസ്മതി അരി, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 5-8 അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ 2 സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്ത് വേവിക്കാനായിട്ട് വെക്കുന്നത്. ചിക്കൻ നന്നായി തിളച്ച് വന്നപ്പോൾ തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സവാള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഓയിലൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് സവാള കുറച്ചായിട്ട് ഇട്ടൊന്ന് മൊരിച്ചെടുക്കുക നമുക്ക്. ഈ സമയത്ത് ഒരു 5-8 മിനിറ്റ് കുതിർത്ത് വെച്ച അരി ഊറ്റി വെച്ചു. നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വയ്ക്കുക. നന്നായി തിളച്ച് വരുന്നതോടുകൂടി മൂടി തുറന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനയും, 1 പിടി മല്ലിയിലും 1 പിടി പുതിനയിലും നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്.
അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മുഴുവനായിട്ട് നന്നായിട്ട് വേവണ്ട, ചെറുതായിട്ടൊന്ന് വേവ് കുറവായിട്ട് വേണം ഊറ്റി വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഒരു 90% വെന്ത് വരുമ്പോൾ നമുക്കത് ഊറ്റി വയ്ക്കാം. ഞാൻ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് സവാള വറുത്ത് വെച്ചതും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3-4 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ചോറ് ഒരു ലെയർ നിരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തതാണ്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൈനാപ്പിൾ ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിലേക്ക് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഇതുപോലെ തന്നെ മേലെയും ചെയ്തെടുക്കാം. എല്ലാ ചോറും നിരത്തി ഇതുപോലെ ചെയ്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം അവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ സമയം കൊണ്ട് ഒരു പുതിന ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ക്ലീൻ ചെയ്തെടുത്ത കുറച്ച് പുതിനയില, ചെറിയ കഷ്ണം പുളി, ഒരു ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഒറ്റയടി അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റിയായ പുതിന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ മൂടിയൊക്കെ തുറന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഞാൻ പുതിന ചമ്മന്തി സാലഡും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണിയും പുതിന ചമ്മന്തി, സാലഡ്, അച്ചാർ. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വരും വരെ ബൈ.